everyone. Welcome to another video of Success Academy's YouTube channel. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് 2022 SSC GD എക്സാമിൻ്റെ സെക്കൻഡ് ഡേയിലെ തേർഡ് ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, during the first year, the population of a city increased by 5% and during the second year, it diminished by 4%. At the end of the second year, its population was 30,240. The population at the end of the first year was. എന്താണ്, ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ ആദ്യത്തെ വർഷം 5% വർദ്ധിച്ചു, രണ്ടാമത്തെ വർഷമോ 4% കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലുള്ള പോപ്പുലേഷനാണ് കാണേണ്ടത്. തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷത്തിൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ എൻഡിലുള്ള പോപ്പുലേഷൻ 30,240 തന്നിട്ടുണ്ട്. അപ്പോൾ 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? 1/20 അല്ലേ? അപ്പോൾ 5% ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇനീഷ്യലി 21 ആയിരുന്നെങ്കിൽ 5% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 20 + 1 21. അടുത്ത കേസിൽ 4% അല്ലേ പറഞ്ഞേക്കുന്നത്? 4%ൻ്റെ ഫ്രാക്ഷൻ ആക്കുമ്പോൾ 1/25 ആണ്. 4% ഡിക്രീസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസിൽ 25 ആയിരുന്നെങ്കിൽ എത്ര കുറഞ്ഞു? 1 കുറഞ്ഞിട്ട് 24 ആയി. നമ്മളിങ്ങനെയാണ് പേഴ്സൻറ്റേജിൻ്റെ റേഷ്യോ എടുത്തിട്ട് പ്രോബ്ലംസ് ചെയ്യുക. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ്? 5% ഇൻക്രീസ് ആയി. അപ്പോൾ എങ്ങനെ വരും? 21 ആയി. ഇത് ആദ്യത്തെ വർഷം, ഇത് രണ്ടാമത്തെ വർഷം. പിന്നെ എന്താണ് പറയുന്നത്? അടുത്ത വർഷം 4% ഡിക്രീസ് ആയി. അപ്പോൾ എന്ത് വന്നു? 25 എന്നുള്ളത് 24 ആയി. അപ്പോൾ ഈ ഫസ്റ്റ് എഴുതിയേക്കുന്നത് ഇനീഷ്യലി ഉള്ള പോപ്പുലേഷൻ, രണ്ടാമത് എഴുതിയേക്കുന്നത് ഫൈനലി ഉള്ള പോപ്പുലേഷൻ. അതാണ് 30,240. ഇനി കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇവിടെ 20യും 24 നമുക്ക് 4 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 5ഉം 6ഉം വരും. അപ്പോൾ ആ സിറ്റിയിലെ ഇനീഷ്യൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 125ഉം ഫൈനൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 21 × 6 ആണ്. ഈ 21 × 6ൻ്റെ വാല്യൂ ആണല്ലോ 30,240. നമുക്ക് എങ്ങനെ എഴുതാം? 21 × 6 ആണ് 30,240. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30,240 / 21 × 6. ഇതാണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ള പോപ്പുലേഷൻ എത്രയാണ്? 125 ആണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് × 125 ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്യാലോ 6 വെച്ചിട്ട്. 5040. ഇനി 7 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. ഇവിടെ എത്ര വരും? 720. 3 720 വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 240 വരും. ഇത് വായിച്ചു. അപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 240 × 125 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3000 എന്നുള്ളത് കിട്ടും. 3000 എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇയറിൽ, അതായത് ഇനീഷ്യലി ആ സിറ്റിയിൽ ഉണ്ടായിരുന്ന പോപ്പുലേഷനാണ് 3000. പക്ഷെ നമ്മളോട് അതാണോ ചോദിച്ചേക്കുന്നത്? അല്ല, നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ, അതായത് ഓൾറെഡി ഉള്ള പോപ്പുലേഷനിൽ നിന്ന് 5% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. 30,000 ആണ് ആദ്യത്തെ കേസിലെങ്കിൽ, 30,000 അല്ല 3,000 ആണ് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ ഒരു 0 കൂടി ഉണ്ട്, അപ്പോൾ 30,000. 5% ഇൻക്രീസ് ആയെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? 21/20. അപ്പോൾ 0യും 0യും കട്ട് ചെയ്തു. ഇവിടെ എത്ര വരും? 1500. 1500 × 21 എന്ന് പറയുന്നത് എത്രയാണ്? 315,000. ഇതാണ് ഫസ്റ്റ് ഇയറിലെ എൻഡിൽ ആ സിറ്റിയിലുള്ള പോപ്പുലേഷൻ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ D ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, divide the LCM of 35 and 42 by the HCF of 32 and 40. ആദ്യം നമ്മൾ 35ൻ്റെയും 42ൻ്റെയും LCM കാണുക. അതിനെ 32ൻ്റെയും 40യുടെയും HCF കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുക. അത്രയാണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് 35ൻ്റെയും 42ൻ്റെയും LCM കാണുക? ഇതിൽ 7 കോമൺ അല്ലേ? അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 7 × 5 ആണ് 35, 7 × 6 ആണ് 42. അപ്പോൾ നമുക്ക് LCM എന്ന് പറയുന്നത് 5 × 6 × 7. 5 × 6 എന്ന് പറയുന്നത് 30 ആണ്. 30 × 7 എന്ന് പറയുന്നത് 110. ഇനി HCF കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഇതിൽ കോമൺ ആയിട്ട് 2 കൊടുക്കുക. 2 കൊടുത്തു കഴിഞ്ഞാൽ 16 20. വീണ്ടും ഒരു 2 എടുക്കുക. 8
10. വീണ്ടും 2 കൊടുക്കുക, 4, 5. ഇനി കോമൺ ആയിട്ടൊന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ഈ 3 വാല്യൂസാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ HCF എന്ന് പറയുന്നത് എത്ര വന്നു, 2 × 2 × 2 എത്രയാണ്, 8. അപ്പോൾ നമുക്ക് LCM കിട്ടി, HCF കിട്ടി. ഇനി കാണേണ്ടത് LCM ഡിവൈഡഡ് ബൈ HCF എത്ര വരും, 2, 16, 50, 6, 48, 26 പോയിന്റ് വരും. ഓക്കെ, 5. അപ്പോൾ ഏതാണ് ആൻസർ, ഓപ്ഷൻ നമ്പർ എ. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ, 26.250. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ടൈം ഡസ് റാണി ടേക്സ് ടു കവർ എ ഡിസ്റ്റൻസ് ഓഫ് 200 മീറ്റർ ഇഫ് ഷീ റൺസ് അറ്റ് എ സ്പീഡ് ഓഫ് 15 km/h? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് സ്പീഡും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്, ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. പക്ഷെ നോക്കിക്കേ, നമുക്ക് ടൈം ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നിരിക്കുന്നത്, ഓപ്ഷനിൽ ടൈമും സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. പക്ഷേ സ്പീഡ് മാത്രം km/h. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, km/h m/s ആക്കിയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ km/h നമുക്ക് m/s കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന സ്പീഡിൻ്റെ വാല്യൂവിനെ ഇൻറ്റു 5/18. ഇനി നേരെ തിരിച്ച് m/s km/h മാറ്റേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഇൻറ്റു 18/5 ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ്, 200 മീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് 15 ആണ്, 15 km/h ആണ്. അപ്പോൾ നമ്മളതിനെ m/s ഇൻറ്റു 5 ഇൻറ്റു 18, 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 40, എത്ര വന്നു, 48 സെക്കൻഡ്. 48 സെക്കൻഡാണ് ഈ പറയുന്ന ജേണിക്ക് എടുക്കുന്നത്. ഓപ്ഷൻ നമ്പർ 2, ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. ഇൻ എ ലൈബ്രറി 25% ഓഫ് ദ നമ്പർ ഓഫ് മാത്തമാറ്റിക്സ് ബുക്സ് ഇസ് ഈക്വൽ ടു 2/3 ഓഫ് ദ നമ്പർ ഓഫ് ഫിസിക്സ് ബുക്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മാത്തമാറ്റിക്സ് ടു ദാറ്റ് ഓഫ് ഫിസിക്സ് ബുക്സ് ഇൻ ദ ലൈബ്രറി? ഒരു ലൈബ്രറിയിൽ മാത്സ് ബുക്സിൻ്റെ 25% എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ആ ലൈബ്രറിയിലുള്ള ഫിസിക്സ് ബുക്സിൻ്റെ 2/3 ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കാണേണ്ടത്, മാത്സ് ബുക്കിൻ്റെയോ ഫിസിക്സ് ബുക്കിൻ്റെയോ നമ്പേഴ്സിൻ്റെ റേഷ്യോ ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്, 25% ഓഫ് മാത്സ് ബുക്ക് എന്ന് എടുത്തു ഈക്വൽ ടു 2/3 ഓഫ് ഫിസിക്സ് ബുക്സ് അല്ലേ. അപ്പോൾ 25/100 എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പോൾ 4 ഇപ്പുറത്തേക്ക് പോയി, ഫിസിക്സ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായി, 2 × 4 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്പർ ഓഫ് മാത്സ് ബുക്ക് ഈസ് ടു നമ്പർ ഓഫ് ഫിസിക്സ് ബുക്സ് എന്ന് പറയുന്നത് എത്ര വന്നു, 8:3. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ. എ മാൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 15 km in 3 hours ആൻഡ് എ ഡിസ്റ്റൻസ് ഓഫ് 20 km in 2 hours. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് അമൻ? അമൻ എന്നാണ്. അമൻ 3 മണിക്കൂറും കൊണ്ട് 15 കിലോമീറ്ററും 2 മണിക്കൂറും കൊണ്ട് 20 കിലോമീറ്ററുമാണ് കവർ ചെയ്യുന്നതെങ്കിൽ ആവറേജ് സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത ഒരു ഷിഫ്റ്റും ഇല്ല. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഷിഫ്റ്റിലും ഈ ആവറേജ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് സ്പീഡ് കാണുക? ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ d1 + d2 ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. നമുക്കപ്പോൾ ടൈമും ഡിസ്റ്റൻസും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്, 15 + 20 ഡിവൈഡഡ് ബൈ 3 + 2 എത്രയാണ്, 35 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 7 km/h ആണ് ആൻസർ. ഓപ്ഷൻ നമ്പർ 3. അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. In how many years will rupees 12,500 becomes rupees 21,600 at the rate of 20% per annum compound interest when interest is compounded annually? നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 20% പലിശയ്ക്ക് എത്ര വർഷം കൊണ്ടാണ് 12,500 രൂപ 21,600 രൂപയായിട്ട് മാറുന്നത്? ഈ ക്വസ്റ്റ്യനും പല ഷിഫ്റ്റുകളിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ എമൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ amount is equal to P × 1 + R divided by
100 റേസ് ടു n അല്ലെങ്കിൽ t. ഇതിൽ a എന്ന് പറയുന്നത് എമൗണ്ട്, p പ്രിൻസിപ്പിൾ, ആ റേറ്റ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പീനെ താഴേക്ക് എഴുതാണ്. അപ്പോൾ എമൗണ്ട് എത്രയാണ്? 21,600. പ്രിൻസിപ്പിൾ എത്രയാണ്? 12,500 ഈക്വൽ ടു 1 പ്ലസ് ഈ 20% നമുക്ക് എങ്ങനെ എഴുതാം? 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് 1/5 എന്ന് എഴുതാണ്. റേസ് ടു n. 1 പ്ലസ് 1/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/5 ആണ്. 6/5 റേസ് ടു n ഈക്വൽ ടു 0യും കട്ട് ചെയ്തു. 216 ഡിവൈഡ് ബൈ 125. ഓക്കെ, ഈ 125 എന്ന് പറയുന്നത് 5ൻ്റെ ക്യൂബ് അല്ലേ? അതുപോലെ 6ൻ്റെ ക്യൂബാണ് 216. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 6/5 the whole raised to 3 equal to 6/5 raised to n. അപ്പോൾ ബേസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പവറിലുള്ള വാല്യൂസ് ഇക്വേറ്റ് ചെയ്ത് എഴുതാമല്ലോ. അപ്പോൾ എത്ര വന്നു? n is equal to 3 years. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ നമ്പർ അല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ല, എ ആണ് ഓപ്ഷൻ. മനസ്സിലായല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോവാണ്. A thief steals a car at 3:30 p.m. and drives it at 8 km/h. The theft is discovered at 4 p.m. and the owner set off in another car at 90 km/h. When will he catch the thief? ഒരു തീഫ് ഒരു മോഷണം ചെയ്തിട്ട് കാറ് മോഷ്ടിച്ചിട്ട് 3:30 80 km/h യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. 4 മണിയായപ്പോഴേക്കുമാണ് ഓണർ ഇതറിഞ്ഞിട്ട് വേറൊരു കാറിൽ ഈ തീഫിനെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഏത് സമയത്തായിരിക്കും തീഫിനെ കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്? നമുക്ക് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? തീഫിനും ഓണർക്കും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ ഡി ആയിട്ട് എടുക്കേണ്ടത്. എസ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് സ്പീഡാണ്. തീഫിൻ്റെയും ഓണറിൻ്റെയും കൂടിയുള്ള റിലേറ്റീവ് സ്പീഡാണ് എസ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. പക്ഷെ എന്തറിയാം? ഇപ്പം 3:30 തീഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 4 മണിക്കാണ് ഓണർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര നേരം തീഫ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്? 30 മിനിറ്റ്സ് അല്ലേ? 3:30 to 4 എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ 1/2 hours ഇൻറ്റു എത്രയാണ് സ്പീഡ്? 80 km/h ആണ്. അപ്പോൾ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അല്ലേ? അപ്പോൾ എത്ര ഡിസ്റ്റൻസാണ് ട്രാവൽ ചെയ്തേക്കുന്നത്? 40 കിലോമീറ്റർ ആണ് ഓണർ കാർ സ്റ്റാർട്ട് ചെയ്യുന്നേക്കാളും മുന്നേ തീഫ് സഞ്ചരിച്ചിരിക്കുന്ന ദൂരം. അപ്പോൾ ഓണറും തീഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 40 കിലോമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. ഡി എത്രയാണ്? 40 കിലോമീറ്ററാണ്. ഇനി റിലേറ്റീവ് സ്പീഡ് എങ്ങനെയാണ് കാണുക? നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും സ്പീഡിൻ്റെ സമ്മാണ്. പക്ഷേ ഇത് സെയിം ഡിറക്ഷനിലേക്കാണ് പോകുന്നത്. സെയിം ഡിറക്ഷനിലേക്കാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? S1 മൈനസ് S2. ഇപ്പോൾ ഇവിടെ എത്ര വരും? 90 മൈനസ് 80. 90 മൈനസ് 80 10 km/h ആണ് എന്ത്? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? പിന്നെ ടൈം എന്താ? എങ്ങനെ കണ്ടുപിടിക്കുക? ഡി നമുക്ക് കിട്ടി 40. റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 90 മൈനസ് 80 10. അപ്പോൾ എത്ര വന്നു? 4 hours. 4 മണിക്കൂറിന് ശേഷമാണ് ഓണർ തീഫിനെ കണ്ടുപിടിക്കുക. 4 മണിക്കൂറിന് ശേഷം എന്ന് പറയുമ്പോൾ 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 + 4 8 മണിക്ക്. ഓപ്ഷൻ നമ്പർ 4. 8 മണിക്കാണ് ഓണർ തീഫിനെ ക്യാച്ച് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Successive discount of 13% and 19% are equivalent to a single discount of. Successive discount ചോദ്യമാണ്. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. 2 പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, 13ഉം 19ഉം. അപ്പോൾ എങ്ങനെയാണ് സക്സസീവ് ഡിസ്കൗണ്ട് കാണുക? A + B മൈനസ് AB ഡിവൈഡഡ് ബൈ 100. 19 + 13 മൈനസ് 19 × 13 ഡിവൈഡഡ് ബൈ 100. ഇത് എത്ര വരും? 32 വരും. മൈനസ് 19 × 13 എന്ന് പറയുന്നത് 247 ആണ്. ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 2.47. എത്രയാണ് ആൻസർ വരുന്നത്? 29.53%. ഓപ്ഷൻ നമ്പർ 2 ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 9 and 25. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഉന്നത ഷിഫ്റ്റിലെല്ലാം ഉണ്ടായിരുന്നു. മീൻ പ്രൊപ്പോർഷണൽ എങ്ങനെ കാണും? A, B, C 3 നമ്പേഴ്സ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ A/B = B/C. അപ്പോൾ B² =
എ സി ആൻഡ് ബി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സി. ഇതിൽ ബി അതായത് മെയിൻ പ്രൊപ്പോർഷണലാണ് നമുക്ക് കാണേണ്ടത്. എയും സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 9ഉം 25ഉം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ മെയിൻ പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 25. എത്ര വരും? റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3, റൂട്ട് ഓഫ് 25 5, 15 ആണ് ആൻസർ. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്തത്, Banu can do a work in 10 days. Ramesh takes 12 days to complete it. Rohit takes as long as Banu and Ramesh would take working together. How long will it take Ramesh and Rohit to complete the work together? ബാനുവിന് ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം? 10 ദിവസം വേണം. രമേഷിന് 12 ദിവസം വേണം. അടുത്ത ആളെന്ന് പറയുന്നത് രോഹിത്താണ്. രോഹിത്തിന് ബാനുവും രമേഷും കൂടി എത്ര ദിവസമാണ് എടുക്കുന്നത്? അത്രയും ദിവസമാണ് രോഹിത്ത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കുന്ന സമയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് രമേഷും രോഹിത്തുമാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാൻ ജോലി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസം വേണമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡേയ്സ് എഴുതുക. ബാനു 10 ദിവസം, രമേഷ് 12 ദിവസം. അപ്പോൾ ഇവരുടെ LCM ആണ് നമ്മൾ ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. LCM എത്രയാണ്? 60. 10 ഇൻറ്റു 6 ആണ് 60. 12 ഇൻറ്റു 5 ആണ് 60. അപ്പോൾ ഇവർക്ക് എത്രയാണ് ടോട്ടൽ? ഇത് എഫിഷ്യൻസിയുടെ റേഷ്യോ, ഇത് ടോട്ടൽ വർക്ക്. നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 60 ബൈ രണ്ടുപേരുടെയും കൂടി എഫിഷ്യൻസിയുടെ സം 11. അപ്പോൾ 60 ബൈ 11 ഡേയ്സ് ആണ് ബാനും രമേഷും കൂടി എടുക്കുന്നത്. ഇത്രയും ഡേയ്സ് തന്നെയല്ലേ രോഹിത്തിന് വേണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രോഹിത്തിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് 60 ബൈ 11. 60 ബൈ 11 ആണ് രോഹിത്തിൻ്റെ വേണ്ടി എടുക്കുന്ന സമയമെങ്കിൽ രോഹിത്തിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 60 ബൈ 60 ബൈ 11 ഈക്വൽ ടു 11 യൂണിറ്റ് ആണ് രോഹിത്തിൻ്റെ എഫിഷ്യൻസി. ഇനി രമേഷും രോഹിത്തും കൂടിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ രമേഷിൻ്റെയും രോഹിത്തിൻ്റെയും കൂടിയിട്ടുള്ള ടോട്ടൽ എഫിഷ്യൻസി എത്രയാണ്? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 5 + 11 ഈക്വൽ ടു 16. നമ്പർ ഓഫ് ഡേയ്സ് കാണാൻ എന്താ വേണ്ടത്? നമ്പർ ഓഫ് ഡേയ്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി. വർക്ക് എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 16. 4 വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ 15 ഡിവൈഡ് ബൈ 4 ആണ്. 15ൽ 4 എത്ര തവണ? 3 തവണ. അപ്പോൾ 12ആയി. ബാക്കി എത്രയുണ്ട് ശിഷ്ടം? 13, 14, 15. 3 റിമൈൻഡർ വന്നു. അപ്പോൾ 3/4 ഡേയ്സ് ആണ് രമേഷും രോഹിത്തും കൂടി എടുക്കുക. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ നമ്പർ 2. 3/4 ഡേയ്സ് ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. The average age of 14 students and their teacher is 20 years. If the teacher is excluded, then their average age reduced by 1.5 years. The teacher's age is. ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുണ്ട്, ടീച്ചറുണ്ട്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി കൂട്ടിയിട്ട് എത്ര പേരാണ്? 15 പേരാണ്. 15 പേരുടെ ആവറേജ് ആണ് എത്ര? 20. ഇനി ഈ ഗ്രൂപ്പിൽ നിന്ന് ടീച്ചർ പോവുകയാണെങ്കിൽ ആവറേജ് 1.5 വെച്ചിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആവറേജ് 1.5 ആണ് കുറഞ്ഞേക്കുന്നത് ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ. ആവറേജ് 1.5 കുറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒബ്സർവേഷനിൽ എന്ത് പറ്റി? 1.5 വെച്ചിട്ട് കുറഞ്ഞു. അപ്പോൾ എത്ര പേരുണ്ട്? ഇപ്പോൾ ടീച്ചർ പോയി കഴിഞ്ഞതിന് ശേഷം 14 പേരാണുള്ളത്. 14 പേരിലും 1.5 വെച്ചിട്ട് കുറഞ്ഞു. അപ്പോൾ എത്രയാണ് ടോട്ടൽ കുറയുന്നത്? 1.5 ഇൻറ്റു 14 എന്ന് പറയുന്നത് 21 ആണ്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ആവറേജ് ഉണ്ട്. അതിലൊരാൾ പോയി കഴിഞ്ഞാൽ ആവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആ പോയ ആൾക്ക് ആവറേജിനേക്കാളും അത്രയും വെയിറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണല്ലോ ആവറേജ് കുറഞ്ഞത്. ടീച്ചറുടെ വെയിറ്റ് എത്ര വരും? 20 ആണ് ആവറേജ്. ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർക്കും 1.5 വെച്ച് കുറഞ്ഞു. അങ്ങനെ ടോട്ടൽ 21 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ഏജ് എന്ന് പറയുന്നത് 20 + 21 = 41. ഇങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക. എങ്ങനെയായിരുന്നു? 1.5 ഇയേഴ്സ് ആവറേജ് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജിൽ എന്ത് മാറ്റം വരുന്നെങ്കിലും അത് ഓരോ ഒബ്സർവേഷനിലും വരും. ഇപ്പോൾ 1.5 ഇയേഴ്സ് കൂടിയെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ ഓരോ ഒബ്സർവേഷനിലും എന്താണ്? 1.5 ഇയേഴ്സ് വെച്ചിട്ട് കൂടിയേനെ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 1.5 ഇയേഴ്സ് കുറഞ്ഞു എന്നാണ്. അപ്പോൾ ഓരോ ഒബ്സർവേഷനും 1.5 വെച്ചിട്ട് കുറഞ്ഞു. എത്ര ഒബ്സർവേഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര ആൾക്കാരുണ്ട്? 14 പേരാണുള്ളത്. 14 × 1.5 = 21 ആണ് ടോട്ടൽ കുറഞ്ഞേക്കുന്നത്. അപ്പോൾ ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ ആവറേജ് മൊത്തത്തിൽ കുറഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് എന്താണ്? ആവറേജിനേക്കാളും കൂടുതലാണ്. എത്ര കൂടുതലാണ്? ഈ 21 കൂടുതലാണ്. അപ്പോൾ ടീച്ചറുടെ വെയിറ്റ് അല്ല, ഏജ് എന്ന് പറയുന്നത് 20 + 21 = 41 ഇയേഴ്സ് ആണ്. ഇനി ഈ കൺസെപ്റ്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ കൺവെൻഷനലി എങ്ങനെ ചെയ്യാം? 15 പേരുടെ ആവറേജ് ആണ് എത്ര?
20. 15 പേരുടെ ആവറേജ് ആണ് 20. അപ്പോൾ ടോട്ടൽ എത്ര വരിക? ടോട്ടൽ 300. ഇനി 14 പേരുടെ ആവറേജ് എത്രയാണ്? 20ന്ന് 1.5 കുറഞ്ഞു. അപ്പോൾ എത്ര വരും? 18.5. 18.5 ഇൻറ്റു 14 ചെയ്യുമ്പോൾ എത്ര വരിക? 259 വരിക. അപ്പോൾ ഈ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് പോയ ആളുടെ ഏജ് ആണല്ലോ. ആരാണ് ഇവിടെ പോയിരിക്കുന്നത്? ടീച്ചറാണ് പോയേക്കുന്നത്. അപ്പോൾ ടീച്ചറുടെ ഏജ് എന്ന് പറയുന്നത് എത്ര വരും? 300 മൈനസ് 259 വിച്ച് ഈസ് ഈക്വൽ ടു 41. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് തന്നെ കിട്ടും? 41 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The ratio of the cost price to the mark price of a table is 3:4. The shopkeeper gives 2 equal successive discounts of 25% on the marked price and sells the table for 2,250 rupees. Find the loss during this transaction. നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെ മാർക്ക്ഡ് പ്രൈസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് ഈസ് ടു മാർക്ക്ഡ് പ്രൈസ് ഇസ് ഈക്വൽ ടു 3:4. അപ്പോൾ 3x 4x എന്ന് എടുക്കുകയാണ്. ഇനി ഈ മാർക്ക്ഡ് പ്രൈസിൽ നിന്ന് 25% ഡിസ്കൗണ്ട് വെച്ചിട്ട് 2 തവണ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം വരുന്ന സെല്ലിംഗ് പ്രൈസാണ് എത്ര? ₹2250 അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ സെല്ലിംഗ് പ്രൈസ് കാണാം? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 4x ഇൻറ്റു, അതായത് മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 25% ഡിസ്കൗണ്ട്. അപ്പോൾ 25% നമുക്ക് എങ്ങനെ ഫ്രാക്ഷനാക്കി എഴുതാം? 1/4 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരുന്ന 4 ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് അല്ലേ? അപ്പോൾ മാർക്ക്ഡ് പ്രൈസിനേക്കാളും കുറവായിരിക്കില്ല സെല്ലിംഗ് പ്രൈസ്. എത്ര കുറവാണ്? 4 മൈനസ് 1 3 ആയിരിക്കും സെല്ലിംഗ് പ്രൈസ് അല്ലേ? അപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണാം? മാർക്ക്ഡ് പ്രൈസ് ഇൻറ്റു 3/4 ഇൻറ്റു ഇത് ഒരു തവണ 25%. നമ്മളോട് എത്ര പറഞ്ഞേക്കുന്നത്? 2 തവണ. അപ്പോൾ ഒന്നും കൂടി ഒരു 3/4. ഇതാണ് സെല്ലിംഗ് പ്രൈസിൻ്റെ വാല്യൂ. അത് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. 2250 ഈക്വൽ ടു 4x ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു ഡിവൈഡ് ബൈ 4 ഇൻറ്റു 4. ഒരു 4ഉം 4ഉം കട്ട് ചെയ്തു. 3 ഇൻറ്റു 3 9 ആണ്. 2250 9ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? എങ്ങനെയാണ് നമ്മൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യുക? ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 9ഓ 9ൻ്റെ മൾട്ടിപ്പിളിനോ ഈക്വൽ ആണെങ്കിൽ ആ വാല്യൂ 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പോൾ നോക്കിക്കേ, 5 + 2 + 2 9 അപ്പോൾ ഇതെന്താണ്? 9 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മളിത് 3 9 കട്ട് ചെയ്തു. ഇവിടെയാണെങ്കിലോ 250. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര വന്നു? എക്സ് ഇസ് ഈക്വൽ ടു 250 ഇൻറ്റു 4. അതായത് 1000 ആണ് എക്സിൻ്റെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് എത്ര തന്നിരിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് 2250 ആണ്. നമുക്ക് ചോദിച്ചേക്കുന്നത് എത്ര രൂപയാണ് നഷ്ടം വന്നിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത് എത്രയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തും കൂടി വേണം? കോസ്റ്റ് പ്രൈസും കൂടി വേണം. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x ആണ്. എക്സിൻ്റെ വാല്യൂ 1000 ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് 3000 രൂപയാണ്. അപ്പം നഷ്ടം എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. 3000 മൈനസ് 2250 എത്ര വരും? 750. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. The radius of the base of a right circular cone is 7 cm and its curved surface area is 550 cm square. The volume of the cone is. ഒരു കോണിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 7 cm ആണ്. പിന്നെ തന്നിരിക്കുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ 550 ആണ്. കാണേണ്ടത് വോളിയം ആണ്. അപ്പോൾ കേർവ്ഡ് സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താണ് കോണിൻ്റെത്? കോണിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു πr/l ആണ് അല്ലേ? ഇതിൽ നമുക്ക് സർഫസ് ഏരിയ തന്നിട്ടുണ്ട് 550 ഈക്വൽ ടു 22/7 ഇൻറ്റു ആർ എത്രയാണ്? 6 7 ആണ് ഇൻറ്റു എൽ നമുക്കറിയില്ല. 7ഉം 7ഉം കട്ട് ചെയ്ത് പോയി. 11 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 50 വരും, ഇവിടെ 2 വരും. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു 25 കിട്ടി ഇല്ലേ? അപ്പോൾ എൽ 25 കിട്ടി. ആർ എന്ന് പറയുന്നത് 7 ആണ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണ് കോണിൻ്റെ? വോളിയം ഇസ് ഈക്വൽ ടു 1/3 πr² h ആണ്. നമുക്ക് എച്ച് അറിയില്ലല്ലോ, പകരം എന്തറിയാം? എല്ലും ആറും അറിയാം. അപ്പോൾ അതെങ്ങനെ റിലേഷൻ വരുന്നത്? L² ഇസ് ഈക്വൽ ടു h² പ്ലസ് r². അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 25 ആണ്. ആറ് 7 ആണെങ്കിൽ മറ്റേ ട്രിപ്ലെറ്റ് പൈതഗോറസ് ട്രിപ്ലെറ്റ്സ് അല്ലേ 7ഉം 24ഉം 25ഉം.
അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര വരും? എച്ചിൻ്റെ വാല്യൂ 24 ആണ്. അതായത് 25 സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമുക്ക് എല്ലിൻ്റെയും എച്ചിൻ്റെയും ആറിൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/3 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 24 ആണ്. 7ഉം 7ഉം കട്ട് ചെയ്തു, 3ഉം 24ഉം കട്ട് ചെയ്യുമ്പോൾ 8 വന്നു. 7 ഇൻറ്റു 8 56 ആണ്. ഓക്കെ, 1/3 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു ഹൈറ്റ് 24 ആണ്. അപ്പോൾ ഇവിടെ 24 വന്നു. 7ഉം 7ഉം കട്ട് ചെയ്തു, 3ഉം 24ഉം കട്ട് ചെയ്യുമ്പോൾ 8 വന്നു. 7 ഇൻറ്റു 8 56. 22നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 11. 56 ഇൻറ്റു 2 എത്രയാണ്? 112 ഇൻറ്റു 11. 112 ഇൻറ്റു 11 എന്ന് പറയുമ്പോൾ എത്ര വരും? 112 2 3 2 1. അപ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ വാല്യൂ എത്ര കിട്ടി? 1232 സെൻറ്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് കേർവ്ഡ് സർഫസ് ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ട് ആദ്യം സ്ലാൻഡ് ഹൈറ്റ് എല്ലിൻ്റെ വാല്യൂ കണ്ടു. പിന്നെ വോളിയം ആണ് വെച്ചേക്കുന്നത്. വോളിയത്തിന് നമുക്ക് എച്ച് ആണ് ഇക്വേഷനിൽ വരിക. 1/3 πr² എച്ച് ആണ്. അപ്പോൾ എല്ലിൻ്റെയും ആറിൻ്റെയും വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ എച്ചിൻ്റെ വാല്യൂ കണ്ടു. പിന്നെ നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 1232 സെൻറ്റിമീറ്റർ ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യൻ, HCF ഓഫ് 1020, 850 ആൻഡ് 1156. ഈ മൂന്ന് സംഖ്യകളുടെ LCM കാണാനാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1020, 850, 1156. എല്ലാത്തിലും 2 കോമൺ അല്ലേ? 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 510, 4 2 5 5 7 8 അല്ലേ? ഇനി ഇതിലൊരു 17 കോമൺ അല്ലേ? 17 ഇൻറ്റു 3 ആണ് 51. അപ്പോൾ നമുക്ക് 17 എടുക്കുകയാണെങ്കിൽ ഇവിടെ 30, ഇവിടെ 17 എടുത്തു കഴിഞ്ഞാൽ 34 വരും. അപ്പോൾ 85. 7 ഇൻറ്റു 35 ആണ് 425. ഇനി 578 ഇൻറ്റു ഡിവൈഡ് ബൈ 17 എത്രയാണ്? 34 ആണ്. ഇനി ഇതിന്ന് കോമൺ ആയിട്ട് എടുക്കാനൊന്നും ഇല്ലല്ലോ. 30, 35, 34 ആണ് കോമൺ ആയിട്ട്. വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ HCF എന്ന് പറയുന്നത് എത്രയാണ്? HCF ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 17 ആണ് HCF. ഇനി ഇത് 17ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് എന്തറിയാം? 2 എന്തായാലും കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 12 ആണ് 24. ഈ 125 എന്തായാലും 12ൻ്റെ മൾട്ടിപ്പിൾ ആവില്ലല്ലോ. കാരണം 12 ഒരു ഈവൻ സംഖ്യയും 125 ഓടുമാണ്. അപ്പോൾ എന്തായാലും 12ൻ്റെ മൾട്ടിപ്പിൾ അല്ല 125. അപ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. പിന്നെ 2 ഇൻറ്റു 14 ആണ് 28. എഗെയിൻ 14ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല 125. നമുക്ക് ഈ ആൻസറും കട്ട് ചെയ്യാം. പിന്നെ വരുന്നത് 2 ഇൻറ്റു 11 ആണ്. ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. പിന്നെ ആകെ വരുന്നത് ഏതാണ്? 34. അതായത് 17. 2 ഇൻറ്റു 17 ആണ് ക്വസ്റ്റിൻ്റെ ആൻസർ. HCF എന്ന് പറയുന്നത് എത്ര വന്നു? 34. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷണൽ ബിറ്റ്വീൻ 3 ആൻഡ് 27. സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ മീൻ പ്രൊപ്പോർഷണലിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് മീൻ പ്രൊപ്പോർഷണൽ കാണാം? x ഇസ് ഈക്വൽ ടു √A ഇൻറ്റു B ഈക്വൽ ടു 3 ഇൻറ്റു 27 എന്ന് പറയുന്നത് 81 ആണ്. അപ്പോൾ 81ൻ്റെ റൂട്ട് എത്രയാണ്? 9. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്തത്, എ ബാറ്റ് ഈസ് ബോട്ട് ഫോർ ₹750 ആൻഡ് സോൾഡ് അറ്റ് എ ലോസ് ഓഫ് 8%. വാട്ട് ഈസ് ഇറ്റ്സ് സെല്ലിംഗ് പ്രൈസ്? 8% നഷ്ടത്തിന് വിറ്റ ഒരു ബാറ്റിൻ്റെ 750 രൂപയ്ക്ക് മേടിച്ച ബാറ്റ് 8% നഷ്ടത്തിനാണ് വിറ്റിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ആണ് കാണേണ്ടത്. അപ്പോൾ 8%നെ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാം? 8/100. 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2/25. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 25 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എത്ര നഷ്ടം? 25 മൈനസ് 2, 2 നഷ്ടം. അപ്പോൾ 25 മൈനസ് 2 23 ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിൻ്റെ എല്ലാം റേഷ്യോ കണ്ടുപിടിക്കുക. 25:23.
കോസ്റ്റ് പ്രൈസ് ആക്ച്വൽ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് 750. അപ്പോൾ 25 ഇസ് ഈക്വൽ ടു 750 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് ഒരു യൂണിറ്റ്. നമുക്ക് കാണേണ്ടത് 23 അല്ലേ, സെല്ലിംഗ് പ്രൈസിൻ്റെ അല്ലേ കാണുന്നത്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 23 യൂണിറ്റ് ആണ്. അപ്പോൾ 23 × 3 എന്ന് പറയുന്നത്, സോറി ഇവിടെ ഒരു 30 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ 23 × 30 എന്ന് പറയുന്നത് 690, 690 രൂപയ്ക്കാണ് ഈ പറയുന്ന ബാറ്റ് വിറ്റിരിക്കുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഷോപ്പ്കീപ്പർ ഓഫേഴ്സ് എ 20% ഡിസ്കൗണ്ട് ഓൺ ഓൾ ഗാർമെൻറ്റ്സ് ആൻഡ് ഓഫേഴ്സ് എ ഫർദർ ഡിസ്കൗണ്ട് ഓഫ് 5% ടു ദോസ് കസ്റ്റമേഴ്സ് ഹു പേ ഇൻ ക്യാഷ്. Why does a customer have to pay in cash for a jacket whose marked price is 7200? ഒരു ഷോപ്പ് കീപ്പർ ഓൾറെഡി ഒരു 20% ഡിസ്കൗണ്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ക്യാഷ് ആയിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ എത്ര ഡിസ്കൗണ്ട് കൂടി കൂടുതൽ കൊടുക്കും? ഒരു 5% ഡിസ്കൗണ്ടും കൂടി കൊടുക്കും. അപ്പോൾ 7200 രൂപ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ജാക്കറ്റിന് ക്യാഷ് ആയിട്ടാണ് പേ ചെയ്തിരിക്കുന്നതെങ്കിൽ എത്രയായിരിക്കും ടോട്ടൽ ഡിസ്കൗണ്ട് വന്നിട്ട് സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു മാർക്ക് പ്രൈസ് എത്രയാണ്? 7200 ഇൻറ്റു 20% എന്ന് പറയുമ്പോൾ 1/5 ആണ് റേഷ്യോ വരിക. അപ്പോൾ മാർക്ക് പ്രൈസ് 5 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 5 - 1 4 വരും. അപ്പോൾ 4/5 ഇൻറ്റു അടുത്തത് 5% ആണ് ഡിസ്കൗണ്ട്. 5%ന് എങ്ങനെ എഴുതുക? 1/20. അപ്പോൾ മാർക്ക് പ്രൈസ് 20 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 20 - ഈ 1 എത്രയാണ്? 19. അപ്പോൾ 19/20. 0യും 0യും കട്ട് ചെയ്തു, 2ഉം 4ഉം കട്ട് ചെയ്തു. ഇനി 5 വെച്ചിട്ട് 720നെ കട്ട് ചെയ്യുമ്പോൾ എത്ര വരിക? 720 1 4 4. അപ്പോൾ ഇതെത്ര വന്നു? 288 × 19. 288 × 19 നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം? 288 × 20 ചെയ്യുക, അതിൽ നിന്ന് ഒരു 288 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 288 × 19 കിട്ടുമല്ലോ. 288 × 20 എന്ന് പറയുമ്പോൾ 5760 വരിക. ഇതിൽ നിന്ന് ഒരു 288 കുറയ്ക്കണം. 2745 5742. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഹെമിസ്ഫിയർ ബോൾ മെയ്ഡ് ഓഫ് ബ്രാസ് ഹാസ് ആൻ ഇന്നർ ഡയമീറ്റർ ഓഫ് 14 cm. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് പെയിൻറ്റിംഗ് ഇറ്റ് ഫ്രം ദ ഇൻസൈഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15/cm². ഒരു ഹെമിസ്ഫിയർ ബോൾ ഉണ്ട്, അതിൻ്റെ ഇന്നർ ഡയമീറ്റർ 14 ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്? 7 cm ആയിരിക്കും റേഡിയസ്. ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 cm² പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 രൂപയാണെങ്കിൽ ടോട്ടൽ ഈ ഹെമിസ്ഫിയർ പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി എത്ര രൂപ വേണമെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിൻ്റെ ഇന്നർ സർഫസ് ഏരിയ അല്ലെങ്കിൽ കേർഡ് സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ ഏതാണ്? 2πr². അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 22/7 × 7 × 7. ഇതാണ് ടോട്ടൽ ഏരിയ. 1 cm²ന് 15 രൂപയാണ്. അപ്പോൾ ഇത്രയും സാധനത്തിന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എത്രയായിരിക്കും? × 15. 7ഉം 7ഉം കട്ട് ചെയ്തു. 2 × 50 എന്ന് പറയുന്നത് 30 ആണ്. 30 × 7 എന്ന് പറയുന്നത് 210 ആണ്. × 2 × 11 എത്രയാണ്? 420 × 11 = 4620. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, എസ് ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 50 days, T can complete it in 40 days and M can complete it in 30 days. S can work on all days of the week. T can work on Monday, Wednesday, Friday, while M can work only on Saturday and Sunday. The work is started on Monday. In how many weeks it will be completed? അതായത് എസ്സിന് 50 ദിവസം കൊണ്ടും ടിക്ക് 40 ദിവസം കൊണ്ടും എമ്മിന് 30 ദിവസം കൊണ്ടും ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പക്ഷേ ഇതിൽ എസ് ആഴ്ചയിലെ എല്ലാ ദിവസവും വർക്ക് ചെയ്യും. ടി ആണെങ്കിലോ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. എം ആണെങ്കിൽ സാറ്റർഡേ, സൺഡേ 2 days മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൺഡേന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വീക്സ്, കറക്റ്റായിട്ടല്ല നമ്മൾ റേഞ്ചാണ് വെച്ചേക്കുന്നത്, എത്ര വീക്സിനിടയ്ക്ക് ഈ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പം ആദ്യം എന്ത് ചെയ്യാം? ഡേയ്സ് എഴുതാം. 50, 40 ആൻഡ് 30. അപ്പോൾ ഇതിൻ്റെ LCM ആണല്ലോ ടോട്ടൽ വർക്ക്. എത്രയാണ് LCM?
600 ആണ് LCM. അപ്പോൾ 50 ഇൻറ്റു 12 ആണ് 600, 40 ഇൻറ്റു 15 ആണ് 600, 30 ഇൻറ്റു 20 ആണ് 600. നമുക്ക് എല്ലാവരുടെയും എഫിഷ്യൻസിയുടെ റേഷ്യോ ആയി. ഇനി പറഞ്ഞേക്കുന്നത് എസ് എല്ലാ ദിവസവും വർക്ക് ചെയ്യും. അപ്പോൾ എസ് ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യും. പ്ലസ് അടുത്ത ആൾ ടി ആണ്, ടി 3 ദിവസം. അപ്പോൾ 15 ഇൻറ്റു 3. എം ആണെങ്കിലോ 2 ദിവസമാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എത്രയാണ് ടോട്ടൽ? ഒരു വീക്കിൽ എത്ര വരും? 12 ഇൻറ്റു 7 എന്ന് പറയുന്നത് 84, പ്ലസ് 15 ഇൻറ്റു 30 45, പ്ലസ് 40 20 ഇൻറ്റു 2 40. അപ്പോൾ എത്ര വന്നു? 169 യൂണിറ്റാണ് ഒരു വീക്കിൽ തീർക്കുന്നത്. ടോട്ടൽ എത്രയാണ് വർക്ക്? 600 ആണ്. അപ്പോൾ 600/169 ചെയ്യുമ്പോൾ 3, അതായത് ഒരു 3 വീക്സിനിടയ്ക്ക്. ഓക്കെ, ബിറ്റ്വീൻ 3 to 4 വീക്സ്. ഓപ്ഷൻ ബി ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യം എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിച്ചു, എന്നിട്ട് ഓരോരുത്തരും എത്ര ദിവസമാണോ ആഴ്ചയിൽ വർക്ക് ചെയ്യുന്നത് അത് വെച്ചിട്ട് എത്ര യൂണിറ്റ് വർക്കാണ് ഒരാഴ്ചയിൽ കഴിയുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ എഫിഷ്യൻസി 169, അത് ചെയ്യുമ്പോൾ നമുക്ക് 3 point something കിട്ടും. അപ്പോൾ 3 to 4 വീക്സിൻ്റെ ഇടയ്ക്കാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ ആണല്ലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Under simple rate of growth, the population P units of a city becomes 1 times of P in 10 years. In how many years the population of the city would become double? അതായത് 2 times P under the same growth rate. സിമ്പിൾ ഗ്രോത്ത് റേറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി പി ആയിരുന്നത് 10 വർഷം കൊണ്ട് 1.5 ടൈംസ് ഓഫ് പി ആയി. ഇനി ഇത് ഇരട്ടി ആവണമെങ്കിൽ, അതായത് 2 times പി ആവണമെങ്കിൽ എത്ര വർഷം വേണം? അപ്പോൾ 1.5 ആകാൻ വേണ്ടിയിട്ട് എത്ര വർഷമാണ് എടുത്തത്? 10 വർഷമാണ് എടുത്തത്. അപ്പോൾ 10 വർഷം കൊണ്ട് എത്ര യൂണിറ്റാണ് കൂടിയേക്കുന്നത്? 0.5 യൂണിറ്റ് കൂടി. ഇനി ഒരു 0.5 യൂണിറ്റും കൂടി കൂടിക്കഴിഞ്ഞാൽ എത്രയായി? 2 times ആയി ഇല്ലേ? 2 times ആയി. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് എത്ര വർഷം വേണം? ഒരു 10 വർഷം കൂടി വേണം. അപ്പോൾ ടോട്ടൽ എത്ര വർഷമാണ്? 20 years ആണ് പി 2P ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ കമ്പാരിറ്റീവ്ലി ഈസി ഷിഫ്റ്റ് ചെയ്തായിരുന്നു, കാരണം അങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ എല്ലാ ഷിഫ്റ്റിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്